ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ പൂക്കൾ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരാം. അപ്പോൾ തിരുവോണത്തിന് നമ്മളൊരു പരിപാടിക്ക് പേര് കൊടുത്തിട്ടുണ്ട് പൂക്കളം മത്സരം. അപ്പോൾ അതിന് നമ്മൾ കുറച്ചും കൂടി കളറാക്കാൻ വേണ്ടി നമ്മൾ വരി കളക്ട് ചെയ്യാൻ പോകും കേട്ടോ. നമ്മളെ ഏരിയയിൽ വരിയൊന്നുമില്ല, നമ്മൾ റെയിലിൻ്റെ അപ്പുറം വേണം പോകാൻ, എന്നാലാണ് വരിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ അവിടെ നിറച്ചും വെള്ളമുണ്ട്. നമ്മളിത് റെയിൽ കടന്നിട്ടാണ് പോകുന്നത്. കിടന്ന് നമ്മളിത് റെയിലിൻ്റെ അപ്പുറത്ത് ഈ കാണുന്ന കുഞ്ഞു തോട്ടിലാണ് കേട്ടോ വരി ഉണ്ടാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും വരി എന്താണെന്ന് അറിയോ? എല്ലാവർക്കും എന്താണെന്ന് അറിയാൻ ചാൻസ് കുറവാണ്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവൾ എന്നോട് ചോദിച്ചു എന്താ വരിന്ന്. വരി കാണാത്തവർക്ക് ഞാനിതാ ഇപ്പോൾ ഒന്ന് കാണിച്ചു കേട്ടോ. ദാ ഈ കാണുന്നതാണ് വരി. ഇത് ഇട്ടിട്ടുണ്ടെങ്കിലോ നമ്മളെ പൂക്കളം കാണാൻ കുറച്ചും കൂടി രസം ഉണ്ടാവും കേട്ടോ. പിന്നെ അവർ ഇൻസ്ട്രക്ഷനിൽ പ്രത്യേകിച്ച് പറഞ്ഞു നാടൻ പൂക്കളം ഉപയോഗിക്കുന്നത് കുറച്ചും കൂടിയും പോയിന്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ദിവസം ഈ കാണുന്ന ട്രെയിന് കാണും കേട്ടോ. അതിൻ്റെ അടുത്ത് നിൽക്കുന്നേരം പിന്നെ നമ്മൾ അതിനെ നോക്കി നിന്നും പോവും. അതാണ് അതിൻ്റെ ഒരു സവിശേഷത. അങ്ങനെ ഇപ്പുറത്തോട്ട് നോക്കുന്നതിനുണ്ട് അതാ അടുത്തത് വരുന്നത്. ഇതാണെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ള ട്രാക്കും. അപ്പോൾ സൗണ്ട് കുറച്ചും കൂടിയും കൂടുതലാണ്. അയ്യോ ഇതാണെങ്കിൽ ഗുഡ്സ് വണ്ടിയും അങ്ങനെ ഈ വണ്ടിയും നോക്കി നിൽക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഓക്ക് ഇത് അവിടെ തെമ്പത്ത് തന്നെ കുറച്ചും കൂടി വരി കിട്ടിയിട്ടോ. മൂപ്പരാളിത് നടുവിൽ തന്നെ അങ്ങ് നിൽക്കുന്നുണ്ട്. എന്താ അങ്ങോട്ട് പോകാൻ ഞാൻ വിടൂല, അത് എൻ്റെ ഏരിയ എന്നുള്ള മട്ടിൽ. അങ്ങനെ ഓനവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പുറത്ത് തന്നെ കുറച്ച് അധികം കിട്ടി. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. അതുകൊണ്ട് നമ്മൾ രണ്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കൃഷ്ണഗിരിയിടം പറിക്കാൻ വേണ്ടി പോയി കിട്ടി. ഇതാണ് നമ്മളെ ഫൈനൽ പൂക്കളം. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ.